ഓക്കെ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് ആയിരുന്നു, ഹാർഡ്നെസ് കാണാനുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു അഞ്ചാറെണ്ണമൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മളതിൻ്റെ അനദർ ടൈപ്പാണ് സോഡിയം ബൈകാർബണേറ്റ് വരുന്നൊരു സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രസൻസ് ആണെങ്കിലുള്ളൊരു ടൈപ്പാണ് എന്ത് പറയുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ടെമ്പററി permanent and total hardness of water having following composition. First one, calcium bicarbonate 4 ppm, magnesium bicarbonate 6 ppm, calcium sulfate 8 ppm, magnesium sulfate 10 ppm and sodium bicarbonate 3 ppm. Okay, 4, 6, 8, 10, 3 എന്നൊക്കെ ചെറിയ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 2-3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. വെൻ ഹാർഡ് വാട്ടർ കണ്ടെയ്ൻസ് സോഡിയം ബൈകാർബണേറ്റ്, എന്തുകൊണ്ടാണ് അതിനെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ പറയുന്നത്? നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ടെമ്പററി ഹാർഡ്നെസ്സോ പെർമനൻറ്റ് ഹാർഡ്നെസ്സോ എന്ന് പറഞ്ഞാൽ കാൽഷ്യവും മെഗ്നീഷ്യവും മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ, അല്ലേ? മെയിനായിട്ട് കാൽഷ്യം മെഗ്നീഷ്യത്തിൻ്റെയോ ക്ലോറൈറ്റ് ആവാം, സൾഫേറ്റ് ആവാം, ബൈകാർബണേറ്റ്സ് ആവാം. അതാണ് ഡെഫിനിഷനിൽ നമ്മൾ പഠിക്കുന്നത്. ബട്ട് ഹിയർ സോഡിയം ബൈകാർബണേറ്റ് നമ്മളൊരു ഡെഫിനിഷനും കൂടെ പഠിക്കുന്നുണ്ട്. അതായത് അതർ ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസിലും ഇങ്ങനൊരു ഹാർഡ്നെസ് ഉണ്ടാവാം എന്നുള്ളത്. പക്ഷേ ടെമ്പററി ഹാർഡ്നെസ്, ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ പറയുന്ന സമയത്ത് അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോബ്ലത്തിലൊക്കെ ഇതിനെ മാത്രം എടുത്താൽ മതി. കാൽഷ്യത്തിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയോ സാൾട്ടിൻ്റെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ വെൻ ഹാർഡ്നെസ് കണ്ടെയ്ൻസ് സോഡിയം ബൈകാർബണേറ്റ് എന്നുള്ള കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? ഫൈൻഡ് ടോട്ടൽ ഹാർഡ്നെസ് വിത്തൗട്ട് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം ബൈകാർബണേറ്റ് ഇല്ലാതെ അതിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ സ്റ്റെപ്പ് 2, ഫൈൻഡ് ടെമ്പററി ഹാർഡ്നെസ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. കാരണം ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ബൈകാർബണേറ്റിൻ കൂടെയുള്ള പ്രസൻസ് ആണല്ലോ. അപ്പോൾ അത് സോഡിയം ബൈകാർബണേറ്റും കൂടെ കണ്ടിട്ട് അത് ടെമ്പററി ഹാർഡ്നെസ് ഒന്ന് കണ്ടുവെക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ ഫൈൻഡ് പെർമനൻറ്റ് ഹാർഡ്നെസ്, that is total hardness divided minus temporary hardness. Okay, then ഒന്നാമത്തെ സ്റ്റെപ്പ് നോക്കാം. ഹാർഡ്നെസ് mass of HPS into equivalent weight of calcium carbonate divided by equivalent weight of HPS. ഓക്കെ, ഇവിടെ അതാണ് നമ്മുടെ ഇക്വേഷൻ എല്ലാത്തിലും ഒന്ന് തന്നെയാണ്, പഠിച്ചു വെച്ചോളാം. ടോട്ടൽ ഹാർഡ്നെസ് കാണാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ്. ടോട്ടലാകുമ്പോൾ എന്താണ്? വിത്തൗട്ട് സോഡിയം ബൈകാർബണേറ്റ്. അപ്പോൾ സോഡിയം കാർബണേറ്റിന് മാത്രമുള്ള ഈ 3 ppm എടുക്കാതെ മറ്റുള്ള കാൽഷ്യം ബൈകാർബണേറ്റ് 4, മെഗ്നീഷ്യം ബൈകാർബണേറ്റ് 6, കാൽഷ്യം സൾഫേറ്റ് 8, മെഗ്നീഷ്യം സൾഫേറ്റ് 10 ആ ഒരു വാല്യൂ വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അപ്പോൾ 4 × 50 / 81 + 6 × 50 / 73 ആ ഒരു ഓർഡറിൽ തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന, മുകളിൽ കാണുന്ന ഒരു ഓർഡറിൽ തന്നെയാണ് പറയുന്നത്. ദെൻ 8 × 50 / 68, ദെൻ 10 × 50 / 68. ഇവിടെ 50 എന്താ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്, കാൽഷ്യം കാർബണേറ്റിന് ഇക്വലൻ്റ് വെയിറ്റ്. ദെൻ മറ്റുള്ള 81, 73, 68, 60 എന്നൊക്കെ ഉള്ളത് എന്താണ്? ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS. മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വേണേ ഇത് ചെയ്യാൻ വരാൻ. കാരണം അതിൻ്റെ കണ്ടീഷനാണ് ഇക്വലൻ്റ് വെയിറ്റ് കാണാനുള്ളതൊക്കെ ഇങ്ങനെയാണെന്നുള്ളത് അതിൽ നല്ലപോലെ പറയുന്നുണ്ട്. ദാറ്റ് ഈസ് മോളിക്കുലർ മാസ് ആദ്യം കാണണം. മോളിക്കുലർ മാസ് കാണുന്നത് അറ്റോമിക് മാസസ് ആഡ് ചെയ്തിട്ടാണ്. ദെൻ ഇക്വലൻ്റ് മാസ് കിട്ടണമെങ്കിൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് HPS എന്ന് പറഞ്ഞാൽ എന്താ? ഈ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ ചാർജ് ഓഫ് പോസിറ്റീവ് അയൺ ആണ്. അപ്പോൾ ഓരോ കോമ്പൗണ്ടിലും ആ ഒരു കോമ്പൗണ്ടിലെ ഏതാണ് പോസിറ്റീവ് അയൺ എന്ന് നോക്കാം. അതിൻ്റെ ചാർജ് കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതാണ് എന്ത്? ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറയുന്നത്. കാൽഷ്യം കാർബണേറ്റിൻ്റെ 100 ആണ്. 100 / 2 കാൽഷ്യത്തിൻ്റെ ചാർജായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 50 കിട്ടുന്നു. അതേപോലെ ഫസ്റ്റത്തെ ടേമായ 81 കിട്ടുന്നത് കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് മോളിക്കുലർ വെയിറ്റ് കണ്ടിട്ട് ആ മോളിക്കുലർ വെയിറ്റിനെ കാൽഷ്യത്തിൻ്റെ ചാർജായ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കവിടെ 81 കിട്ടുന്നത്. കഴിഞ്ഞ ഞാൻ അപ്ലോഡ് ചെയ്ത ക്ലാസ്സിൽ നല്ലപോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊന്നും കൂടെ കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഓക്കെ, ദെൻ ഇവിടെ ടോട്ടൽ ഹാർഡ്നെസ് കിട്ടുന്നത് 20.79 ppm ആണ്. നെക്സ്റ്റ് ടെമ്പററി ഹാർഡ്നെസ് വിത്ത്
സോഡിയം ബൈകാർബണേറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാനുള്ള ടെമ്പററി ഹാർഡ്നെസ് എന്ന് പറയുമ്പോൾ ആൽക്കലൈൻ ഹാർഡ്നെസ് ആണ്. ബൈകാർബണേറ്റുള്ളത് മാത്രം നോക്കിയാൽ മതി. ഇവിടെ ഒന്നാമത്തെ കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെയും അതായത് 4 ppm തന്നതും ലാസ്റ്റ് സോഡിയം ബൈകാർബണേറ്റിൻ്റെയും 3 ppm തന്നതും മാത്രം ചെയ്ത് ആഡ് ചെയ്താൽ മതി. 4 × 50/81 + 6 × 50/73. ഓക്കെ, ഒരെണ്ണം കൂടെ ഉണ്ട്, മെഗ്നീഷ്യം കൂടെ ഉണ്ടല്ലോ. ഫസ്റ്റ് കാൽഷ്യത്തിൻ്റെ മെഗ്നീഷ്യത്തിൻ്റെ ബൈകാർബണേറ്റ് തന്നിട്ടുണ്ട്, പിന്നെ ഉള്ളത് എന്താ സോഡിയം ബൈകാർബണേറ്റ്. ഇപ്പോൾ 3 എണ്ണം ആഡ് ചെയ്യണേ ടെമ്പററി ഹാർഡ്നെസ് കാണാൻ. അപ്പോൾ 4 എന്നുള്ള വാല്യൂ തന്നത് കാൽഷ്യം ബൈകാർബണേറ്റിൻ്റെ പ്ലസ് മെഗ്നീഷ്യം ബൈകാർബണേറ്റ് 6 × 50/73 പ്ലസ് സോഡിയം ബൈകാർബണേറ്റ് 3 × 50/84. ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 8.37 ppm കിട്ടുന്നു. അതാണ് ടെമ്പററി ഹാർഡ്നെസ് വിത്ത് സോഡിയം ബൈകാർബണേറ്റ്. ദെൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പെർമനൻറ്റ് ഹാർഡ്നെസ്സും കൂടെ കാണാനാണ്. ടോട്ടൽ ഹാർഡ്നെസ് കണ്ടു, ടെമ്പററി ഹാർഡ്നെസ് കണ്ടു. അതിൽ നിന്ന് ഈ ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് ടെമ്പററി ഹാർഡ്നെസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് കിട്ടും. കാരണം ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ ടെമ്പററി പ്ലസ് പെർമനൻറ്റ് ഹാർഡ്നെസ് ആണ്. ദഫോർ വി വിൽ ഗെറ്റ് 12.42 ppm ആണ് പെർമനൻറ്റ് ഹാർഡ്നെസ് എന്ന് പറഞ്ഞത്. ഇത്രയാണ് ഇതിൻ്റെ ആൻസർ. സ്റ്റെപ്പുകളും ഒന്ന് ശ്രദ്ധിച്ചോളാം. ഇങ്ങനൊരു എക്സെപ്ഷണൽ കേസാണ് ഈ ക്വസ്റ്റ്യൻ. സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രസൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പുകളാണിത്. ഓക്കെ, ആദ്യം ടോട്ടൽ ഹാർഡ്നെസ് ഈ സോഡിയം ബൈകാർബണേറ്റ് ഇല്ലാതെ കാണുക. പിന്നെ ടെമ്പററി ഹാർഡ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രസൻസ് കൂടെ നോക്കുക. എന്നിട്ട് കിട്ടിയ ഈ ടോട്ടൽ ഹാർഡ്നെസ്സിൽ നിന്ന് ടെമ്പററി ഹാർഡ്നെസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർമനൻറ്റ് ഹാർഡ്നെസ് കിട്ടുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? അണ്ടർസ്റ്റുഡ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് കുറച്ചും കൂടെ ഒരു ഇതിൻ്റെ അയോൺസ് മാത്രം തന്നിട്ടുള്ളൊരു പ്രോബ്ലമാണ്. കണ്ടുപിടിക്കൊന്നും വേണ്ട. ഇതിൽ നിന്നാണ് ഇക്വലൻ്റ് വെയിറ്റ് കാണേണ്ടത്. ഇക്വലൻ്റ് വെയിറ്റ് ഇക്വലൻ്റ് വെയിറ്റ് അല്ല, മോളിക്കുലർ മാസ് കാണുന്നു. മോളിക്കുലർ മാസ് ഡിവൈഡ് ബൈ അതിൻ്റെ ചാർജ്. ആ തന്നിരിക്കുന്ന അതിലുള്ള അതിൻ്റെ പോസിറ്റീവ് ചാർജ്, പോസിറ്റീവ് അയോൺസിൻ്റെ ചാർജ് ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഇക്വലൻ്റ് വെയിറ്റ് കിട്ടുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചോണേ. Calculate temporary permanent hardness of water which contains Ca2+ equal to 200 ppm, magnesium 2+ equal to 96 ppm, H carbonate bicarbonate equal to 976 ppm, Cl- equal to 146 ppm, SO4 - equal to 96 ppm, Na+ equal to 11 ppm. Okay. Total hardness is due to calcium magnesium ions. Total hardness equal to 200 × 50 divided by 20 plus 96 × 50 divided by 12 equal to 900 ppm. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം മെഗ്നീഷ്യം മാത്രം നോക്കിയിട്ട് നമ്മൾ അതിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് കാണുകയാണ്. കാരണം എന്താ, സോഡിയം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ സോഡിയം ഇവിടെ ഉണ്ട്, ക്വസ്റ്റ്യനിലുണ്ട്. പക്ഷേ സോഡിയത്തിൻ്റെ ടോട്ടൽ ഹാർഡ്നെസ് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ടോട്ടൽ ഹാർഡ്നെസ്സിൻ്റെ സെക്കൻഡ് ലൈൻ കണ്ടില്ലേ, ഇക്വേഷനിലെ സെക്കൻഡ് ലൈൻ 200 × 50. 200 നമുക്കറിയാം ഗിവൺ വാല്യൂ ആണ്. കാൽഷ്യത്തിൻ്റെ 200 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ ആണ്. മാസ് ഓഫ് HPS × 50. 50 എന്ന് പറഞ്ഞാൽ ഇക്വലൻ്റ് വെയിറ്റ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ആണ്. ദാറ്റ് ഈസ് 100 divided by 2. മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഈസ് 100 ആണ്. ഡിവൈഡഡ് ബൈ 2. അതിൽ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത് 50 കിട്ടിയത്. ദെൻ 20 എന്ന് പറഞ്ഞത് ഇവിടെ നമ്മൾ നോക്കേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിനൊക്കെ ശ്രദ്ധിച്ചവർക്കറിയാം, പിന്നെ കാൽഷ്യം ഒരു കോമ്പൗണ്ട് ആയിട്ട് കാൽഷ്യം കാർബണേറ്റ് ആയിട്ടോ കാൽഷ്യം സൾഫേറ്റ് ആയിട്ടോ ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. ഇവിടെ Ca2+ എന്ന് മാത്രമേ ഉള്ളൂ. ഈ Ca2+ ഉള്ളത് കൊണ്ട് അതിൻ്റെ Caയുടെ മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞാൽ 40 ആണ്. 40 ഡിവൈഡഡ് ബൈ Ca ആണ് ഇവിടെ പോസിറ്റീവ് ചാർജ് ഉള്ളത്. അതുകൊണ്ടൊന്നും നോക്കണ്ട, അതിൻ്റെ ചാർജ് നമുക്ക് ഇവിടെ ഗിവൺ ആണ് 2 എന്നുള്ളതാണ്. 2+ അല്ലേ, പ്ലസ് ഇല്ലാതെ 2 കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യുക. 40 ഡിവൈഡ് ബൈ 2 ആയ ഈ 20 ആണ് നമ്മളിവിടെ ആൻസർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ പ്ലസ് 96 എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ HPS മാസാണ്. 96 × 50 കാൽഷ്യം നേരത്തെ ഉള്ളതുപോലെ തന്നെ 50 കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ആണ് 50. ദെൻ 12 എന്നുള്ളത് മെഗ്നീഷ്യത്തിൻ്റെ മോളിക്കുലർ മാസ് വരുന്നത് 24 ആണ്.
24/2 ഈ മെഗ്നീഷ്യത്തിൻ്റെ മുകളിലുള്ള ചാർജ് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലാണ് ഇക്വലൻ്റ് വെയിറ്റ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ ഇക്വലൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 24/2 ആണ് 12 കിട്ടുന്നത്. ടോട്ടൽ ഈക്വൽ ടു 900 ppm. ദെൻ ടെമ്പററി ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു ബൈകാർബണേറ്റ് അയോൺ. ഓക്കെ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ബൈകാർബണേറ്റിൻ്റെ ഒരു ഹാർഡ്നെസ് കാണാം. ടെമ്പററി ഹാർഡ്നെസ് ഇവിടെ തന്നിരിക്കുന്നത് 976 ppm. 976 into 50 കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ് ഡിവൈഡ് ബൈ 61 എന്നുള്ളത് ഇവിടെ ശ്രദ്ധിച്ചോളൂ. HCO3യുടെ മോളിക്കുലർ മാസ് കാണുക. Hൻ്റെത് 1 പ്ലസ് Cൻ്റെത് 12 പ്ലസ് 3 ഓക്സിജൻ ഉണ്ട് 60. ഓരോന്നിൻ്റെയും ആറ്റോമിക് മാസ് 16 ആണ് വരുന്നത്. 16 into 3 then 48 plus 12 60 then plus 1 ഹൈഡ്രജൻ്റെ 1 61. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോൺ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തെങ്കിലാണ് ഇക്വലൻ്റ് വെയിറ്റ് കിട്ടുക. ബട്ട് ഹിയർ പോസിറ്റീവ് ചാർജുള്ള അയോൺ H പ്ലസോ അത് അങ്ങനെ ഒരു അയോൺ ഇല്ലാത്തത് കൊണ്ട് ഒന്നും ചെയ്യണമെന്നില്ല. അവിടെ 61 തന്നെ എഴുതിയാൽ മതി. ഓക്കെ, വി വിൽ ഗെറ്റ് 800 ppm. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബൈകാർബണേറ്റിൻ്റെ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. 976 ആണ് ഗിവൺ മാസ്. 976 into 50 കാൽഷ്യം കാർബണേറ്റിൻ്റെ ഇക്വലൻ്റ് വെയിറ്റ്. ദെൻ 61 HCO3 മൈനസ് സൈനുള്ളൊരു മൈനസ് അയോൺ ആണല്ലോ, അതുകൊണ്ട് കിട്ടിയ ഇക്വലൻ്റ് വെയിറ്റ് എത്രയാണോ അത് മാത്രം എഴുതിയാൽ മതി. അവിടെ പോസിറ്റീവ് ചാർജിൽ അയോൺ ഇല്ലാത്തതുകൊണ്ട്. ദെൻ HCO3 എന്ന് പറഞ്ഞാൽ Hൻ്റെത് 1, C 12, ഓക്സിജൻ്റെ 16 ആണ്. 3 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 16 into 3 ചെയ്യണം. ടോട്ടൽ വി വിൽ ഗെറ്റ് 61. ഓക്കെ, ദെൻ 800 ppm ആണ് അവിടെ ആൻസർ കിട്ടുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ പെർമനൻറ്റ് ഹാർഡ്നെസ് കാണാൻ വേണ്ടിയിട്ട് ടോട്ടൽ ഹാർഡ്നെസ് മൈനസ് ടെമ്പററി ഹാർഡ്നെസ്. ടോട്ടൽ ഹാർഡ്നെസ് 900 കിട്ടുന്നു. 900 മൈനസ് 800 ഈക്വൽ ടു 100 ppm. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കോമെൻറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ, പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങളുടെ സിലബസിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ ന്യൂമറിക്കൽ ബേസ്ഡ് ഓൺ ഹാർഡ്നെസ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഒക്കെ ഉള്ള ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ സിലബസ് റിവൈസ്ഡ് സിലബസ് അല്ല എങ്കിൽ 2024 സ്കീം അല്ല എങ്കിലും 2019 സ്കീമിൽ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടുള്ളതാണ്. ഇതൊന്നും ഒമിറ്റ് ചെയ്യരുത്. ഈസി ആയിട്ടുള്ള പോർഷൻസ് ആണ്, ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, എ സാമ്പിൾ ഓഫ് വാട്ടർ ഓൺ അനാലിസിസ് ഗീവ് ഫോളോയിങ് റിസൾട്ട്സ്. Ca2 plus 30 mg/L. ക്വസ്റ്റ്യൻ വായിച്ച് നോക്ക്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല എങ്കിൽ 2 or 3 പ്രാവശ്യം വായിച്ച് നോക്കിയിട്ട് വേണം ആൻസറിലോട്ട് പോകാൻ കേട്ടോ. പെട്ടെന്നൊന്നും വായിച്ചിട്ട് എന്തെങ്കിലും എഴുതി വെച്ചേക്കരുത്. ഇത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ സ്റ്റെപ്പൊന്നും കണ്ട് ആരും പേടിക്കൊന്നും വേണ്ട. ജസ്റ്റ് കാൽക്കുലേറ്റർ വെച്ച് ചെയ്യുക, അല്ലാതെ അതിന് ലോഗ് കാണുകയോ അങ്ങനെ വേറെ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കാൽക്കുലേഷൻ സ്റ്റെപ്പൊന്നും ഇതിലില്ല. ജസ്റ്റ് അഡീഷൻ ഡിവിഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ കുറച്ച് സ്റ്റെപ്പുകൾ കണ്ടിട്ടോ കോളം കണ്ടിട്ടോ ഒന്നും പേടിക്കണ്ട. നല്ല ഈസി ആയിട്ട് സ്കോർ ചെയ്ത് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ Na+ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെ സ്റ്റെപ്പുകളൊക്കെ നോക്കിക്കൊള്ളണം. ടോട്ടൽ ഹാർഡ്നെസ് ഈസ് ഡ്യൂ ടു Ca2 plus and magnesium 2+. അപ്പോൾ അത് മാത്രം നോക്കിയാൽ മതി, സോഡിയത്തിൻ്റെ നോക്കണ്ട എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ ഒരു സെൻറ്റൻസ് തന്നിരിക്കുന്നത്. ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CaO മെഗ്നീഷ്യമോ ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി, മറ്റുള്ള ആ സോഡിയത്തിൻ്റെ ഒന്നും പോയി നോക്കല്ലേ എന്നാണ് പറഞ്ഞത്. ഓക്കെ, ടോട്ടൽ ഹാർഡ്നെസ് ഈക്വൽ ടു കാൽഷ്യത്തിൻ്റെ എത്രയാണ് 30 ആണ് തന്നിരിക്കുന്നത് മാസ്, മെഗ്നീഷ്യത്തിൻ്റെ 18 ആണ്. 30 into 50 divided by 20. ഇവിടെ 20 വന്നത് എങ്ങനെയാണ്? കാൽഷ്യത്തിൻ്റെ മോളിക്കുലർ മാസ് 40 ആണ്. 40 ഡിവൈഡ് ബൈ ചാർജ് 2 ആയതുകൊണ്ട് by 2 കൊടുക്കുന്നു, 20 കിട്ടുന്നു. പ്ലസ് 18 into 50
ഇൻറ്റു 12 മെഗ്നീഷ്യത്തിൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 24 ആണ് കിട്ടുക. 24/2 ചെയ്താൽ 12 കിട്ടുന്നു, ഈക്വൽ ടു 150 ppm. ഇവിടെ ടോട്ടൽ ഹാർഡ്നെസ് 150 ആണെന്നൊന്ന് ജസ്റ്റ് ഓർത്തോളൂ. ഞാനൊരു കാര്യം പറഞ്ഞില്ല, ഇത് ലാസ്റ്റ് പറഞ്ഞില്ല. 150 ടോട്ടൽ ഹാർഡ്നെസ് നമുക്ക് 150 കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ ടെമ്പററി ഹാർഡ്നെസ് ഡ്യൂ ടു ബൈകാർബണേറ്റ് അയോൺ. എത്രയാണ് ബൈകാർബണേറ്റിൻ്റെ ഒരെണ്ണമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, temporary hardness is due to bicarbonate ion equal to 244 into 50/61. 61 കിട്ടിയത് പറഞ്ഞല്ലോ, അതായത് H + C + O into 3, that is 1 + 12 + 16 into 3 equal to 61 ആണ് കിട്ടുന്നത്. പോസിറ്റീവ് ചാർജിൽ അയോൺ ഇല്ലാത്തതുകൊണ്ടൊക്കെ 61 തന്നെ എഴുതിയാൽ മതി. ദെൻ 200 ppm. ഓക്കെ, ഇവിടെയാണ് പറഞ്ഞത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇവിടെ ടെമ്പററി ഹാർഡ്നെസ് 200 കിട്ടുന്നുണ്ട് അല്ലേ, 200. ടോട്ടൽ ഹാർഡ്നെസ്സോ 150 കിട്ടുന്നുള്ളൂ. നമുക്ക് എന്തായാലും അറിയാം ടോട്ടൽ ഹാർഡ്നെസ് ആയിരിക്കും എപ്പോഴും ഹൈ വാല്യൂ ആയിരിക്കേണ്ടത് അല്ലേ. ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒന്നുകിൽ പെർമനൻറ്റ് ഹാർഡ്നെസ് ഇല്ല എങ്കിൽ ടെമ്പററി ഹാർഡ്നെസ് മാത്രമാണെങ്കിൽ സെയിം വാല്യൂ കിട്ടുന്നു. അല്ലാതെ ഒരിക്കലും ടെമ്പററി ഹാർഡ്നെസ് ടോട്ടൽ ഹാർഡ്നെസ്സിനേക്കാളും എക്സീഡ് ആവാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ സെൻറ്റൻസ്. ടെമ്പററി ഹാർഡ്നെസ് നെവർ എക്സീഡ്സ് ടോട്ടൽ ഹാർഡ്നെസ്. Therefore, temporary hardness is equal to total hardness 150 ppm and the remaining 200 minus 150 equal to 50 ppm is due to the presence of sodium bicarbonate. So, permanent hardness is 0. അതായത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സോഡിയം ഉണ്ട്, സോഡിയത്തിൻ്റെ നമ്മൾ കാണുന്നൊന്നുമില്ല, പക്ഷേ ഈ സോഡിയത്തിൻ്റെ പ്രസൻസ് ആയിരിക്കാം ഈ 50 ppm എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം ടോട്ടൽ ഹാർഡ്നെസ് എന്നുള്ളത് 150 ആണ്. പെർമനൻറ്റ് ടെമ്പററി ഹാർഡ്നെസ് എന്നുള്ളത് 200 ppm ആണ്. ഓക്കെ, ഇവിടെ അങ്ങനെ ഒരു എക്സീഡ്, ഒരു 50യുടെ എക്സീഡ് വന്നത് എന്തുകൊണ്ടാണ്? ഒരു സോഡിയത്തിൻ്റെ പ്രസൻസ് ആയിരിക്കും എന്നാണ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ പെർമനൻറ്റ് ഹാർഡ്നെസ് എന്തായി 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ ടോട്ടൽ ഹാർഡ്നെസ് എന്ന് പറഞ്ഞത് ഈ ഒരു വാട്ടർ സാമ്പിളിൽ എന്തേ ഉള്ളൂ, ടെമ്പററി ഹാർഡ്നെസ്സിൻ്റെ പ്രസൻസേ ഉള്ളൂ, പെർമനൻറ്റ് ഹാർഡ്നെസ്സിൻ്റെ പ്രസൻസ് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ പെർമനൻറ്റ് ഹാർഡ്നെസ് ഈസ് 0. ഓക്കെ, ഇത്രയാണ് ഈ ഹാർഡ്നെസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമെറിക്കൽസ്. ഇനി നിങ്ങൾ പഠിക്കും BOD COD എന്നൊക്കെ ഉള്ളത്, അതുമായിട്ട് കുറച്ച് ന്യൂമെറിക്കൽസും കൂടെ ഉണ്ട് ഈ ചാപ്റ്ററിൽ. ഓക്കെ, ടേക്ക് കെയർ, സ്റ്റഡി വെൽ.